വിൻസി ആൻഡ് ആലിസ് നിങ്ങളുടെ ഒരു കോംബോ ഇപ്പം നായികയിലാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു മൂവി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കോംബോ ഇനി പ്രതീക്ഷിക്കാമോ എന്നൊക്കെ? വിൻസിനെ വെച്ചിട്ട് ഉള്ളൊരു കോംബോയില് സിനിമ ചെയ്യണം എന്നുണ്ട്. അത് എന്തായാലും എന്തെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ എന്തായാലും ഞാനത് വർക്ക് ചെയ്യിപ്പിക്കും. ബിക്കോസ് ഐ തിങ്ക് ലാൽ ജോസ് സർ പറഞ്ഞു, ഒരു ഡയലോഗ് പറഞ്ഞു. ആ പറഞ്ഞ ഡയലോഗ് ഒരു ഞങ്ങളുടെ സോളമൻ്റെ തേനീച്ചകളുടെ ഫിലിം സെറ്റിൽ വെച്ചിട്ടാണ് ലാൽ ജോസ് സർ പറഞ്ഞത്. ഈ ആള് ഇത് വിൻസിനെ അവരോട് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റ് വിൻസി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് മരിക്കണ വരെ അഭിനയിക്കും. ആ ഒരു കോംപ്ലിമെന്റ് എനിക്കും ഇങ്ങനെ ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ വന്നാ പറഞ്ഞ. അങ്ങനത്തെ ആർട്ടിസ്റ്റാണ് വിൻസി. സോ ഷീ വിൽ നെവർ, എന്താ പറയാ, നിങ്ങൾ ഫ്രെയിമിൽ വെച്ചാൽ മതി വിൻസിനെ, വിൻസി വിൽ ഡു ദ റെസ്റ്റ്. സോ ടിൽ ഷീ ഡൈസ് ഷീ ഈസ് ആൻ absolute great performer and she will keep on doing performing. And I think that is Lal Jose sir ആണ് പറയുന്നത്. അപ്പോൾ അത് then there's no comparison to that. Then this year very early ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതെ, വിൻസിക്ക് ഒരു നാഷണലൊക്കെ കിട്ടാനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ചായിരുന്നോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ചായിരുന്നോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അവള് ഞങ്ങളെല്ലാവർക്കും ഒരു ട്രീറ്റ് തന്നു. ഞങ്ങളെല്ലാവരെയും കൊച്ചിയിലെ ഒരു ചെറിയൊരു വില്ലൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റൊക്കെ തന്നു. വിൻസി ആ ഒരു പരിപാടിയാണ്. വിൻസിക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ടാകുമ്പോൾ വിൻസി അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കും. ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ കൂട്ടി സെലിബ്രേറ്റ്. അതാണ് വിൻസിയുടെ സംഭവം. അതാണ് വിൻസി അതാണ് വിൻസിയുടെ സംഭവം. വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതും മുഖത്ത് പറയും, ഒന്നും ഉള്ളിൽ ഇങ്ങനെ വെച്ചേക്കത്തില്ല. അതെന്താ വെച്ചാൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് അബൌട്ട് വിൻസി. ചില ആൾക്കാർക്ക് അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് ഇഫ് യു ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ്, ഐ തിങ്ക് യു വിൽ ഓൾ നോ ദാറ്റ് വിൻസിയുടെ പോലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ട് പേടിക്കണ്ട. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദോസ് വെരി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് ദാറ്റ് ഐ ചെറിഷ്. പറഞ്ഞാൽ ഐ തിങ്ക് വിൻസിയുടെ പോലത്തെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആളൊക്കെ കിട്ടണം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. അതൊക്കെയാണ് പൊള്ളിയാണ് പൊള്ളി പറഞ്ഞ അങ്ങനെ. ഇപ്പൊ ബേസിക്കലി അതാണ് ഒരു ഫീമെയിൽ ഫ്രണ്ട് ആവാ. ഒരു ഫീമെയിൽ ഫ്രണ്ടിനോട് നിനക്ക് എന്തു വേണമെങ്കിൽ പറയാം, കിടന്നിട്ട് ചിരിച്ച് മറയാം, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഓഫ് ദോസ് തിങ്സ്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയും. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി പറയും. അത് ഞാൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിൻസിയോട്. വിൻസി ഇപ്പൊ എന്താ എന്നോട് പറയാ, വിൻസി ഇപ്പൊ എന്താ ചെയ്യാ. എപ്പോഴാണ് അത് ഐസ് ബ്രേക്ക് അവിടെ നടന്നത്? നിങ്ങള് നായികയിലാണെങ്കിലും വിൻസിയുടെ കൂടെ ഒക്കെ എന്തൊക്കെ ഞങ്ങള് അടി കൂടിയുണ്ട്. കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഒരു സ്കിറ്റ് വൈറലാണ്, പ്രേമം വൈറല. അതിന്റെ ഒക്കെ കഥ പൊളി കഥയാ. വിൻസി കൊറേ ഉണ്ട്. അതൊരു പുസ്തകം, ആളൊരു ബയോപിക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേറെ ബയോപിക് ഇല്ല. അത് വിൻസിക്കും അറിയാം. ഭയങ്കര ഒരു ബയോപിക് ആ പുസ്തകം. ഐ തിങ്ക് ബെസ്റ്റ് സെല്ലർ, മലയാളം ബെസ്റ്റ് സെല്ലർ ഒക്കെ ആവാനുള്ള പുസ്തകമാണ് വിൻസി. സോ ഐ തിങ്ക് അതാണ് ഞാനിപ്പോ വിൻസിനെ വേണ്ടിയിട്ട് പറയണെങ്കിൽ 1000 നാവാണ്. അതുപോലെ തന്നെ വെങ്കി 1000 നാവാണ്. എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ പറ്റിയിട്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എവിടെ പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ നല്ലത് മാത്രം വരണം. ഇവരൊക്കെ ഇപ്പം കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് പോകുന്നത്. വെങ്കിയൊക്കെ ന്യൂസുകൾ ഇപ്പൊ വരാൻ കണ്ടിട്ടുള്ള അതന്നെ. എനിക്ക് ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ അമ്മാരി ഞെട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര കണ്ണുകളാ. ലൈക്ക് പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നു ഫഹദ് പണ്ടല്ല ഇപ്പോഴും എല്ലാവരും ഇപ്പൊ ബോളിവുഡിലത്തെ ആൾക്കാർ മാത്രമാണ് ഫഹദ്സ് ഐസ് ആർ സോ ബ്യൂട്ടിഫുൾ. വെങ്കിയുടെ കണ്ണും ഭയങ്കര അതുപോലെ ഒക്കെ തന്നെ ഭയങ്കര എക്സ്പ്രസീവാ. ഐ തിങ്ക് ദാറ്റ് ഓൾസോ പീപ്പിൾ വിൽ സ്ലോലി കണ്ടുപിടിക്കില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. വിശ്വ ഇതുവരെയായിട്ട് സിനിമയിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ വിശ്വ ഇസ് എ ഗ്രേറ്റ് ടാലന്റ്. വിശ്വ കയറി വരും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എൻ്റെ ഈ നായികൻ ഗ്യാങ്ങിൽ. കുറെ പേര് എല്ലാവരും, ചില ആൾക്കാർക്ക് ഇതുവരെയായിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല, മനസ്സിലായോ? ആ ചാൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.